ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്തു നിന്ന് ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോലതാ കേൾക്കുന്നു. അതു കേട്ട സ്വഹാബത്തൊരടങ്കലും വെളിയിൽ ചെന്ന് അതിശയ കഥയൊന്ന് അവിടമിൽ അരങ്ങേറുന്നേ. ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്തു നിന്ന് ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോലതാ കേൾക്കുന്നു. അതു കേട്ട സ്വഹാബത്തൊരടങ്കലും വെളിയിൽ ചെന്ന് അതിശയ കഥയൊന്ന് അവിടമിൽ അരങ്ങേറുന്നേ. അറിഞ്ഞൊരു വാർത്ത ഞാൻ വരിയിലൊതുക്കാം, ആറ്റൽ റസൂലിൻ മദ്ഹുരക്കാം. അറിഞ്ഞിടണം നീ കഥ ഇത് ഹക്കാം. അറിഞ്ഞൊരു വാർത്ത ഞാൻ വരിയിലൊതുക്കാം, ആറ്റൽ റസൂലിൻ മദ്ഹുരക്കാം. അറിഞ്ഞിടണം നീ കഥ ഇത് ഹക്കാം. ഹക്കാണേ കരഞ്ഞത് ഒരു ഇന്ത മരത്തിൻ തടിയാ. അഷ്റഫുൽ ഹൽക്കന്ന് ഖുതുബക്ക് ചാരിയതറിയാം. ഹക്കാണേ കരഞ്ഞത് ഒരു ഇന്ത മരത്തിൻ തടിയാ. അഷ്റഫുൽ ഹൽക്കന്ന് ഖുതുബക്ക് ചാരിയതറിയാം. ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്തു നിന്ന് ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോലതാ കേൾക്കുന്നു. അടിയൻകാരി റസൂലിൻ ഹുതുബ ഹൃദി അറിഞ്ഞ മഹദി ഫത്വ. തരുളാറ്റൽ നബിയോടുരത്തുള്ള വാക്ക. തടിയതിൽ ചാരി റസൂലിൻ ഹുതുബ തൽഹൃദി അറിഞ്ഞ മഹദി ഫത്വ. തരുളാറ്റൽ നബിയോടുരത്തുള്ള വാക്ക. വാക്കാണേ എൻ മകനൊരു നജ്ജാറാണ് റസൂലേ. അവിടുത്തേക്കൊരു മിമ്പറൻ മകൻ തരും പൊന്നൂലേ. വാക്കാണേ എൻ മകനൊരു നജ്ജാറാണ് റസൂലേ. അവിടുത്തേക്കൊരു മിമ്പറൻ മകൻ തരും പൊന്നൂലേ. ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്തു നിന്ന് ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോലതാ കേൾക്കുന്നു. തരാമെന്ന് പറഞ്ഞുള്ള മിമ്പറു നൽകി തരുളാറ്റൽ അതിൽ കേറി ഖുതുബയിൽ മുഴുകി. പഴയ ആ നഗൽ തടി പൂറം തന്നിൽ പൂകി. തരാമെന്ന് പറഞ്ഞുള്ള മിമ്പറു നൽകി തരുളാറ്റൽ അതിൽ കേറി ഖുതുബയിൽ മുഴുകി. പഴയ ആ നഗൽ തടി പൂറം തന്നിൽ പൂകി. പൂകിയ സമയം തൊട്ടിന്ത മരം ഇതും വീടുന്നേ. മൂസമ്മീലോർ ചാരി നിന്ന മരത്തടി കരഞ്ഞിടുന്നേ. പൂകിയ സമയം തൊട്ടിന്ത മരം ഇതും വീടുന്നേ.
മൂസമ്മീലോർ ചാരി നിന്ന മരത്തടി കരഞ്ഞിടുന്നേ. ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്തു നിന്ന് ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോലതാ കേൾക്കുന്നു. കുതുബ കഴിഞ്ഞു റസൂലും ഇറങ്ങി, കൽബ് പിടഞ്ഞ് സ്വഹാബും വഴങ്ങി, നഖില പുണർന്നു മാറിലൊതുങ്ങി. കുതുബ കഴിഞ്ഞ് റസൂലും ഇറങ്ങി, കൽബ് പിടഞ്ഞ് സ്വഹാബും വഴങ്ങി, നഖില പുണർന്നു മാറിലൊതുങ്ങി. ഫുറ്റോർ മരത്തിൻ്റെ തടിമാറിൽ അമർത്തി വെച്ച് സ്വകാര്യമായി പറഞ്ഞതിൻ കരച്ചിലും അടക്കി വെച്ച്. ഷറഫുറ്റോർ മരത്തിൻ്റെ തടിമാറിൽ അമർത്തി വെച്ച് സ്വകാര്യമായി പറഞ്ഞതിൻ കരച്ചിലും അടക്കി വെച്ച്. ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്തു നിന്ന് ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോലതാ കേൾക്കുന്നു. അതു കേട്ട സ്വഹാബത്തൊരടങ്കലും വെളിയിൽ ചെന്ന് അതിശയ കഥയൊന്ന് അവിടമിൽ അരങ്ങേറുന്നേ. ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്തു നിന്ന് ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോലതാ കേൾക്കുന്നു. അതു കേട്ട സ്വഹാബത്തൊരടങ്കലും വെളിയിൽ ചെന്ന് അതിശയ കഥയൊന്ന് അവിടമിൽ അരങ്ങേറുന്നേ. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.